ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നന്മ ചെയ്യുമ്പോൾ, നമ്മൾ ദൈവകാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും അനേകം പേര് നമ്മളെ കുറ്റം ചുമത്താനായിട്ട് നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ നമുക്കൊത്തിരി പ്രയാസങ്ങൾ തോന്നാറുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ ഒരു വചനം, യേശുക്രിസ്തു ആ വചനം നമുക്ക് നൽകുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം നമ്മളെ ഓരോരുത്തരെയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവും ഇതുപോലെയുള്ള പരീക്ഷകൾ സഹിച്ച അതിനെ വിജയിച്ചവനാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനഭാഗങ്ങളിൽ വരണ്ട കൈയുള്ളൊരു മനുഷ്യനെ കർത്താവായ യേശുക്രിസ്തു ശാപത്തിൽ പള്ളിയിൽ വെച്ച് സൗഖ്യമാക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ കൂടിയിരുന്ന ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇവൻ ശാപത്തിൽ സൗഖ്യമാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കുറ്റമാരോപിക്കാൻ വേണ്ടി അവരുടെ ഹൃദയമനോഭാവം വായിച്ചറിഞ്ഞ കർത്താവ് അവരെ ശാസിക്കുന്നുണ്ട്. കർത്താവിൽ പ്രിയരെ, ഇന്നും നമ്മുടെ ജീവിതത്തിലും നമ്മൾ നന്മ ചെയ്യുമ്പോഴും, നമ്മൾ യഥാർത്ഥ ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെ കുറ്റം വിധിക്കുവാൻ അനേകർ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട്. അപ്പോൾ അവരെ ഭയപ്പെടേണ്ട, നമുക്ക് വേണ്ടി ന്യായം വിധിക്കുന്നൊരു കർത്താവുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിരാശപ്പെടാതെ, നീരസപ്പെടാതെ നന്മ ചെയ്ത് മുന്നോട്ട് പോവുക. കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിരാശയിലും നീരസത്തിലും നമ്മുടെ ഉള്ള സന്തോഷത്തെ കെടുത്തിക്കളയല്ല. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.